ശബരിമലയിലെ സ്വർണ്ണപ്പാളികളിൽ നിന്ന് സ്മാർട്ട് ക്രിയേഷൻസ് വേർതിരിച്ചത് 1 കിലോയ്ക്കടുത്ത് സ്വർണം. 14 പാളികളിൽ നിന്ന് 577 ഗ്രാമും സൈഡ് പാളികളിൽ നിന്ന് 409 ഗ്രാമുമാണ് വേർതിരിച്ചെടുത്തത്. സ്മാർട്ട് ക്രിയേഷൻസ് പണിക്കൂലിക്കായി എടുത്തത് 96 ഗ്രാം സ്വർണമാണ്. എന്നാൽ ജ്വല്ലറി ഉടമയായ ഗോവർദ്ധനെ ഏൽപ്പിച്ചത് 474 ഗ്രാം സ്വർണമാണ്. ഇതിന്റെ രേഖകൾ പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തു. സിജോ വി ജോൺ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. സിജോ, നിലവിൽ ഇപ്പോൾ ഈ സ്മാർട്ട് ക്രിയേഷൻസ് വേർതിരിച്ചെടുത്ത സ്വർണത്തിന്റെ കണക്കുകൾ പുറത്തു വരുമ്പോൾ ആ കണക്കുകൾ എങ്ങനെയാണ് പ്രസക്തമാകുന്നത് അന്വേഷണത്തിൽ? സ്മാർട്ട് ക്രിയേഷൻസ് കൂടുതൽ കുരുക്കുമുറുകയാണ്. നമ്മൾ ആദ്യം മുതൽ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഒരു വാദം കേൾക്കുന്നതാണ്. കാരണം ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ എത്തിച്ചിട്ടില്ല എന്നാണ് ആദ്യം പങ്കജ് ഭണ്ഡാരി മൊഴി നൽകിയിരുന്നത്. പിന്നീട് ഇതിന്റെ തെളിവുകളും രേഖകളൊക്കെ നൽകിയ സമയത്ത് പങ്കജ് ഭണ്ഡാരിക്ക് സമ്മതിക്കേണ്ടി വന്നു. ശബരിമലയിൽ നിന്ന് സ്വർണം കൊണ്ടുവന്നിരുന്നു, അത് ഉരുക്കി നൽകുകയാണ് ചെയ്തെന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പിന്നീടാണ് ഇതിലെ കണക്കുകൾ സംബന്ധിച്ച് ഒരു കൃത്യതയില്ലായ്മ വന്നിരുന്നത്. കാരണം ഇത് എത്രത്തോളം സ്വർണ്ണമാണ് കൊണ്ടുപോയത്, എത്രത്തോളം അവിടെ വേർതിരിച്ചെടുത്തു, അതിന് എത്രത്തോളം തുകയാണ് അവർ വാങ്ങിയത്, എത്രത്തോളം സ്വർണ്ണമാണ് അതിനായിട്ട് അവരെ ഇവിടെ സ്വീകരിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിൽ വ്യത്യസ്തമായ കണക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതൊരു അന്വേഷണ സംഘം ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എത്രത്തോളമാണ് എന്നുള്ളത് അത് സംബന്ധിച്ച രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 14 പാളികളിൽ നിന്ന് 577 ഗ്രാം സ്വർണം വേർതിരിച്ചെടുത്തിട്ടുണ്ട്. സൈഡ് പാളികളിൽ നിന്ന് വേർതിരിച്ചെടുത്തത് 409 ഗ്രാമാണ്. ഈ ഗോവർദ്ധനെ ഏൽപ്പിച്ചിരിക്കുന്നത് 474 ഗ്രാമാണ്. ഇതിൻ്റെ പണിക്കൂലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പണിക്കൂലിയായിട്ട് 96 ഗ്രാം സ്വർണ്ണ സ്മാർട്ട് ക്രിയേഷൻസ് എടുത്തതായും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, മറ്റ് ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇവർ തമ്മിലും അത്തരം രീതിയിലുള്ള പരിശോധനകളിലേക്കും അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇനി ആരെ അറസ്റ്റിലാവും എന്നുള്ളതാണ്. ഉന്നതരിലേക്ക് അന്വേഷണം പോകണം എന്നൊരു കർശനമായ നിർദ്ദേശം കോടതി നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അന്നത്തെ ബോർഡ് അംഗങ്ങളായ ശങ്കർദാസിനെയും അതോടൊപ്പം തന്നെ വിജയകുമാറിനെയും പ്രതിയേർക്കാത്തത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇന്നലെ ഹൈക്കോടതി ചോദിച്ചത്. സ്വാഭാവികമായും ഇവരെ പ്രതിയേർക്കാനുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇവരുടെ പങ്ക് സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ തേടുകയാണ് അന്വേഷണ സംഘം.